ഹായ് അങ്ങനെ മെയ് മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജൂൺ മാസത്തിൽ തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട തിയേറ്റർ റിലീസുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ കുറേ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട സിനിമകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എല്ലാ ആഴ്ചകളിലും പിന്നെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ ഈ ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയുടെ ഈ ലിസ്റ്റിൽ നിന്നും പിന്നെ വേറെ റിലീസുകൾ ഉണ്ടാവാം. ആ ദിവസങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് വേറെ റിലീസുകൾ പ്രഖ്യാപിച്ചേക്കാം. അത് ആ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നമുക്ക് ജൂൺ മാസത്തിലെ റിലീസുകൾ, തിയേറ്റർ റിലീസുകൾ, പ്രധാനപ്പെട്ട തിയേറ്റർ റിലീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ സിനിമയാണ്. ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്തൊരു സിനിമയാണ്. എന്നാലും തിയേറ്ററിൽ കാണാൻ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന സിനിമ. ട്രെയിലർ വളരെ നന്നായിരുന്നു ഈ സിനിമയുടെ. ജൂൺ മാസം 2-ാം തീയതി വിദേശ രാജ്യങ്ങളിലും 4-ാം തീയതി ഇന്ത്യയിലുമാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തത് മണിരത്നം സംവിധാനം ചെയ്ത് കമലഹാസൻ, ചിമ്പു, തൃഷ, അഭിരാമി, ജോർജ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വരുന്ന ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ. ട്രെയിലറൊക്കെ കിഡ്ലൻ ട്രെയിലർ ആയിരുന്നു ഈ സിനിമയുടെ. ജൂൺ മാസം 5-ാം തീയതി പാൻ ഇന്ത്യ റിലീസായിട്ടാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. അടുത്ത സിനിമ ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയാണ്. ഒരു ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കഴിഞ്ഞ മാസം റിലീസിന് എത്തേണ്ട സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. പക്ഷേ എന്തൊക്കെയോ കേസ് ഇഷ്യൂ കാരണം കൊണ്ട് റിലീസ് നീട്ടുകയായിരുന്നു. ജൂൺ മാസം 6-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അതേ ദിവസം തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ 2007 റിലീസ് ചെയ്തിരുന്ന കോമഡി ആക്ഷൻ മൂവിയായിരുന്നു ചോട്ടാ മുംബൈ എന്ന സിനിമ. ഈ സിനിമയുടെ റീ റിലീസ് ഉണ്ട് അതേ ദിവസം തന്നെ, ജൂൺ മാസം 6-ാം തീയതി. എന്തായാലും കാത്തിരിക്കുന്ന ഒരു റീ റിലീസാണ് ചോട്ടാ മുംബൈ. ഇതുവരെയുള്ള റീ റിലീസ് റെക്കോർഡുകളെയൊക്കെ തകർക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത ബോളിവുഡിൽ നിന്ന് വരുന്ന ഒരു വലിയൊരു റിലീസാണ് ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞ സിനിമ. അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ, സഞ്ജയ് ദത്ത് തുടങ്ങി ബോളിവുഡിലെ ഒരുവിധം പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഒരുമിക്കുന്ന ഒരു സിനിമയാണ് ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞ ഈ സിനിമ. ജൂൺ മാസം 6-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഏകദേശം 400 കോടിയാണ് ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു ബോംബായി മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം നമുക്ക്. അടുത്ത സിനിമ പവൻ കല്യാൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് ആക്ഷൻ എപ്പിക് ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഹര ഹര വീര മല്ലു എന്ന് പറഞ്ഞ സിനിമ. 2 പാർട്ടായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ജൂൺ മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. എന്തായാലും സെക്കൻഡ് പാർട്ട് അടുത്ത വർഷം 2026-ലോ 2027-ലോ ആയിരിക്കും റിലീസ് ചെയ്യുക. അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. മലയാളം ഡബ്ഡ് വേർഷൻ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തെലുങ്ക് സിനിമയാണ്. അടുത്തത് ഒരുപാട് കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ്. റോഷൻ മാത്യു, ദിലീഷ് പോത്ത് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത റോന്ത് എന്ന് പറഞ്ഞ സിനിമ. ഒരു പോലീസ് സ്റ്റോറിയാണ്. ഷാഹി കബീറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമ നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം ഷാഹി കബീർ തന്നെയായിരുന്നു ഈ സിനിമയുടെ പ്രതീക്ഷ എന്നുള്ളത്. ഇലവിഴ പൂഞ്ചറ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമ സംവിധാനം ചെയ്ത ആളാണ് ഷാഹി കബീർ എന്ന് പറഞ്ഞ ആള്. അതുകൂടാതെ ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഈ 3 സിനിമകൾ തിരക്കഥ എഴുതിയിട്ടുള്ളതും ഇദ്ദേഹം തന്നെയാണ്. കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് റോന്ത് എന്ന സിനിമ. ജൂൺ മാസം 13-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു ഇംഗ്ലീഷ് ലൈവ് അഡാപ്റ്റേഷൻ മൂവിയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ ജൂൺ മാസം 13-ാം തീയതിയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. 2003 റിലീസ് ഇതേ പേരിൽ തന്നെ പുറത്തിറങ്ങിയ കോമിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്ത ജോൺ വിക്ക് സിനിമകളുടെ സ്പിൻ ഓഫ് ആയിട്ട് വരാൻ പോകുന്ന ബെല്ലേറീന എന്ന് പറഞ്ഞ സിനിമയാണ്. ജൂൺ മാസം 13-നാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ പ്രീമിയർ ഷോ കഴിഞ്ഞിരുന്നു. കിടിലൻ അഭിപ്രായമാണ് ഈ സിനിമയിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ജൂൺ മാസം 13-ാം തീയതി ഈ സിനിമ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അടുത്ത സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത സിനിമയാണ് JSK എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ജൂൺ മാസം 20-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. എന്തായാലും പ്രതീക്ഷയുള്ള ഒരു സിനിമ കൂടിയാണ് JSK എന്ന് പറയുന്ന സിനിമ. സുരേഷ് ഗോപിയുടെ ഒരു കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ്. ഒരു ഗംഭീര കിടിലൻ തിരിച്ചുവരവായി കേട്ട സുരേഷ് ഗോപിയുടെ കിടിലൻ ഡയലോഗുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു സ്ക്രീൻ പ്രസൻസ് തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെടുനീളം കിടിലൻ ഡയലോഗും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് നമ്മുടെ അമീർ ഖാൻ പ്രധാന വേഷം കൈകാര്യം താരൻ സമീർ പർ എന്ന് പറഞ്ഞ സിനിമയുടെ 2-ാം ഭാഗം സിത്താരെ സമീൻ പർ എന്ന് പറഞ്ഞ സിനിമ. അമീർ ഖാൻ അതുപോലെ തന്നെ ജെനീലിയ ഡിസൂസയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജെനീലിയ ഡിസൂസയുടെ ഒരു തിരിച്ചുവരവ് കൂടിയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത്. കുറേ കാലത്തിന് ശേഷമുള്ള ഒരു സിനിമയാണ് ജെനീലിയ ഡിസൂസയുടെ. ജൂൺ മാസം 20-ാം തീയതിയാണ് ഈ സിനിമയും തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ധനുഷ്, നാഗാർജുന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ
ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കുബേര എന്ന് പറയുന്ന സിനിമ. തെലുങ്ക്, തമിഴ്, ഹിന്ദി ഈ 3 ഭാഷകളായിട്ട് ഒരേ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ജൂൺ മാസം 20-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. രശ്മിക മന്ദാനയാണ് ഈ സിനിമയിൽ നടിയായിട്ട് വന്നിട്ടുള്ളത്. അടുത്തൊരു ഹോളിവുഡ് മൂവിയാണ്. 28 years later എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ജൂൺ മാസം 20-നാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അതേ ദിവസം തന്നെ ഒരു ആനിമേഷൻ മൂവി ഉണ്ട്, എലിയോ എന്ന് പറഞ്ഞ സിനിമ. ജൂൺ മാസം 20 തന്നെയാണ് ഈ സിനിമയുടെ റിലീസ് വരുന്നത്. അടുത്ത ഇനി ജൂൺ മാസം 27-ാം തീയതിയാണ് നമ്മുടെ കാജൽ പ്രധാന വേഷം കൈകാഴ്ച ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഉമ്മ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഷെയ്ത്താൻ എന്ന് പറഞ്ഞ സിനിമയുടെ മേക്കേഴ്സ് തന്നെയാണ് ഈ സിനിമ വരുന്നത്. ആ ഒരു യൂണിവേഴ്സിലേക്ക് വരുന്ന സിനിമയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അജയ് ദേവ്ഗൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ് കാജൽ പ്രധാന വേഷം കൈകാഴ്ച ഉമ്മ എന്ന് പറഞ്ഞ സിനിമ. ട്രെയിലറൊക്കെ കിഡ്ലൻ ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. VFX കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു തോന്നുന്നു ആ ഒരു ട്രെയിലറിൽ. പക്ഷേ എന്നാലും സൂപ്പർ ട്രെയിലറായിരുന്നു. ജൂൺ മാസം 27-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് 2022-ൽ പുറത്തിറങ്ങിയ ഹൊറർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു മേഗൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് മേഗൻ 2.0 എന്ന് പറഞ്ഞ സിനിമ ജൂൺ മാസം 27-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അതുകൂടാതെ ഒരു ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയുണ്ട് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ. മോഹൻലാൽ, പ്രഭാസും ഒക്കെ ക്യാമിയോ വേഷത്തിൽ വരുന്ന സിനിമയാണ്. എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. വിഷ്ണു മഞ്ജുവാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജൂൺ മാസം 27-ാം തീയതിയാണ് ഈ ഒരു സിനിമയുടെയും റിലീസ് വരുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് പിന്നെ ഈ ഒരു മാസം ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്യാൻ 2025 ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട റിലീസുകളായിട്ടുള്ളത്. വേറെ സിനിമകൾ റിലീസ് കാര്യങ്ങളൊക്കെ വരും. ആ സമയത്ത് എല്ലാ ആഴ്ചകളിലും പിന്നെ ഈ തിയേറ്റർ റിലീസുകൾ വീഡിയോ ചെയ്യാറുണ്ട്. ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കട്ട വെയിറ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.